നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിലെ പെൻഷനായ 1600 രൂപയും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനായ 1600 രൂപയുടെയും വിതരണം തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് പെൻഷൻ വിതരണം ലഭിക്കുന്നത്? അതുപോലെ തന്നെ പെൻഷൻ വർധനവിൻ്റെ അറിയിപ്പുകൾ എന്നാണ് വരുന്നത്? വർധനവ് ആർക്കെല്ലാമാണ് ബാധകമാവുക? ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസം 1600 രൂപയുടെ പെൻഷൻ വർധനവുണ്ടാകും. 1600 രൂപയ്ക്ക് പകരം 1800 രൂപയോ 2000 രൂപയോ ആയിരിക്കും ലഭിക്കുക. എത്രയാണ് ലഭിക്കുക എന്നുള്ളത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ വർധനവുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നവംബർ 1 ഇതിൻ്റെ ഔദ്യോഗികമായുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. അന്നറിയാം നമുക്ക് എത്ര രൂപയാണ് ഇപ്പോൾ കൂടുന്നത് എന്നുള്ളത്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ്, ഡിസംബർ തുടക്കത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. ഇനി കഷ്ടി 2 മാസം മാത്രമാണ് പഞ്ചായത്ത് ഇലക്ഷന് ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ അതിൻ്റെ ഔദ്യോഗികമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ വർധനവിനെ കുറിച്ചോ മറ്റോ അറിയിപ്പ് ഉണ്ടാകാൻ പറ്റുകയില്ല. അതിനുമുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിപ്പുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഒരു മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട്. അത് ലഭിക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നവംബർ 1 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുടിശ്ശിക തീർത്തിട്ടായിരിക്കും സർക്കാർ ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 മാസത്തെ പെൻഷൻ ലഭിക്കും. 3200 രൂപയായിരിക്കും ലഭിക്കുക. അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നാളെ മുതൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി നൽകിയ ആളുകൾക്ക് നാളെ മുതൽ പെൻഷൻ ലഭിക്കുക. കറക്റ്റായി പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകൾ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കും പെൻഷൻ ലഭിക്കുകയില്ല. നമുക്കറിയാം, പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വർഷത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. പക്ഷേ അത് എല്ലാ വർഷവും നൽകേണ്ട ആവശ്യമില്ല. സർക്കാർ പറയുന്ന ആളുകൾ മാത്രം നൽകിയാൽ മതിയാകും. നിങ്ങളുടെ വാർഡ് മെമ്പർ മുഖേനയോ അതുമല്ലെങ്കിൽ നിങ്ങൾ വന്ന ഫോണിലേക്ക് വന്ന മെസ്സേജോ ആയിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഈ ഒരു കാര്യം നൽകിയാൽ മതിയാകും. അങ്ങനെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി നൽകിയ ആളുകൾക്കാണ് നാളെ മുതൽ പെൻഷൻ ലഭിക്കുന്നത്. പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് മനസ്സിലാക്കുക. നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും, അതുപോലെ പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ അപ്രൂവൽ ആകുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.